എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ രഞ്ജിത നമ്മുടെ പൂജയോട് ഓരോ സത്യങ്ങളും പറയുകയാണ്. പ്രതീക്ഷ ജയിലിലാണെന്നും പ്രതീക്ഷ ജയിലിലായ കാരണം എന്താണെന്നും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അനിരുദ്ധിന് അറിയാമായിരുന്നു എന്നുള്ള സത്യങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ പൂജ ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ പൂജയ്ക്ക് അറിയില്ല അനിരുദ്ധ് ഇത്ര വലിയൊരു പ്രശ്നക്കാരനായിരുന്നുവെന്ന്. ആന്റി, ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പ്രതീക്ഷേട്ടൻ എങ്ങനെ ആന്റി ജയിലിലായത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും മോളെ, അവൻ സഞ്ജനയെ കൊന്ന കുറ്റത്തിനാണ് ഇപ്പം ശിക്ഷ അനുഭവിക്കുന്നത് എന്നും പറഞ്ഞ് രഞ്ജിത നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ പൂജയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. ആന്റി, ഇനിയിപ്പം ഏട്ടന് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ പൂജ ഇങ്ങനെ ആശങ്കയോടുകൂടി ചോദിക്കുമ്പം രഞ്ജിത പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട. നിന്റെ അമ്മയുടെ ആഗ്രഹം എന്താ? എല്ലാ മക്കളും ഒരുമിച്ച് നിന്റെ അമ്മയോടൊപ്പം ഉണ്ടാവണമെന്നല്ലേ? അത് ഈ രഞ്ജിത ആന്റി നടത്തി തരും. മോൾക്കറിയാലോ ആന്റിയെ. ആന്റി പ്രതീക്ഷനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പൂജയെ ആശ്വസിപ്പിക്കുകയാണ്. ആന്റിയുടെ ഈ നല്ല മനസ്സ് അതെൻ്റെ അമ്മ കാണുന്നില്ലല്ലോ, ആ ഒരു സങ്കടം മാത്രമേ എനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞ് പൂജയാണെങ്കിൽ രഞ്ജിതയെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മുടെ അരവിന്ദനും പങ്കജും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. രഞ്ജു, നിന്റെ അഭിനയം പൊളിച്ചു എന്നുള്ള രീതിയിൽ രഞ്ജിതയാണെങ്കിലോ നമ്മുടെ പൂജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൊലച്ചിരി ചിരിക്കുകയാണ്. നീ എൻ്റെ പാട്ടിന് വന്നു എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ ഉടനെ തന്നെ പൂജ ഇനി ഞാൻ കൊണ്ടുപോയി ആക്കിക്കോട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ മോളെ കണ്ട് കൊതി തീർന്നില്ലടാ, കുറച്ച് സമയം കഴിഞ്ഞു പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും എന്തായാലും തൽക്കാലം എൻ്റെ അമ്മയോട് പറയുന്നില്ല. എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റില്ല ആൻറ്റി. അതുകൊണ്ട് ഇതൊക്കെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. മോളെ, നിന്നോട് ഞാൻ അത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ഇപ്പം തൽക്കാലം കാര്യങ്ങളൊന്നും സുമിത്ര അറിയണ്ട. അനിരുദ്ധിനെ നീ ഒന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ സുമിത്രയെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ഒരു രഹസ്യമുണ്ട്, അത് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയെ ആശ്വസിപ്പിച്ച് രഞ്ജിത പങ്കജിനോടൊപ്പം പറഞ്ഞു വിട്ടു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ രഞ്ജിതയും അതുപോലെ തന്നെ അരവിന്ദനും കൂടി നിന്ന് സംസാരിക്കുക. അരവിന്ദേട്ടാ, കണ്ടില്ലേ, അവളിപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന അവളെയാണ് എനിക്ക് ആവശ്യം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സുമിത്രയെയും അതുപോലെ തന്നെ പൂജയെയും തമ്മിൽ തെറ്റിക്കാനുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ പ്രതീക്ഷനെ വെച്ച് ഞാൻ കളിക്കുന്ന കളി. പ്രതീഷും അനിരുദ്ധും സുമിത്രയും ഒക്കെ തമ്മിൽ തല്ലുന്ന കാഴ്ച അതെനിക്ക് കാണണം. അത് കണ്ടിട്ടേ എനിക്ക് സമാധാനം ആകുള്ളൂ എന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പം അരവിന്ദൻ പറയുന്നുണ്ട്, എടോ, താൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിയെടുത്തിട്ടല്ലേ അടങ്ങുള്ളൂ. എന്തായാലും താൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് പുള്ളിക്കാരനും അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ശ്രീനിലയമാണ്. അപ്പം അവിടെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്വരമോളെയും കൂട്ടി അനന്യ അങ്ങ് വരികയാണ്. അപ്പം സച്ചിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സച്ചിൻ ഏതൊക്കെ രീതിയിലാണ് പെരുമാറിയത് എന്നുള്ള കാര്യമൊക്കെ സ്വരമോളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അനന്യയുടെ ചോദ്യം ചെയ്യൽ തുടങ്ങുന്നത്. അങ്ങനെ അനന്യ വന്നതാ നമ്മുടെ സുമിത്രയുടെ അടുത്ത് സംസാരിക്കുക. ആന്റി, ശീതലിന്റെ ഭർത്താവ് സച്ചിൻ, അവൻ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ അത് അവൻ സഹിച്ചാൽ മതി, അല്ലെങ്കിൽ അവന്റെ ഭാര്യയായിട്ടുള്ള ശീതൾ സഹിച്ചാൽ മതി. അല്ലാതെ ഞാനും എൻ്റെ മോളും എൻ്റെ ഭർത്താവും അമ്മയൊന്നും സഹിക്കേണ്ട ഒരാവശ്യം ഇല്ലാന്നും പറഞ്ഞ് അവള് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പം ശീതള് ആദ്യമൊക്കെ കേട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ശീതള് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ പ്രശ്നം? എടി, നിന്റെ ഭർത്താവിന് ഭ്രാന്താണെന്നുള്ളത് നിനക്കറിയാവുന്ന കാര്യമാണല്ലോ. ഭ്രാന്തുള്ള ആൾക്കാരെ ഒന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. അല്ലാതെ എൻ്റെ കുഞ്ഞിനെയും നിന്റെ കൂടെ വന്ന എൻ്റെ കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയി ആ കൊച്ചിനെ കൂടി ഭീഷണിപ്പെടുത്തിയില്ലേ ചേച്ചി? സച്ചിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് സച്ചിൻ കുഞ്ഞിനോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശീതളാണെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും കേട്ടിട്ടും നമ്മുടെ അനന്യ ആണെങ്കിലോ സമാധാനപ്പെടുന്നേ ഇല്ല. അനന്യ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി എൻ്റെ സ്വരമോളെ എത്ര മാത്രം പേടിച്ചു പോയെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നീ ഒന്ന് നോക്ക്, കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ, ഇതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കണോ? അവനൊരു തെറ്റ് പറ്റിപ്പോയി, അത് അവൻ തിരുത്തുകയും ചെയ്തല്ലോ. പിന്നെ നീ എന്തിനാ ഇനി ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത്? അത് നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്തതല്ലേ.
ഇല്ല ആന്റി, അതങ്ങോട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ദേ ഇവള് അവനോടൊപ്പം പോയി താമസിക്കട്ടെ. ഇവൾക്കല്ലേ അവനെ സഹിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയും ഈ വീട്ടില് നമ്മൾ എല്ലാരും കൂടി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും. അതുകൊണ്ട് എനിക്കും എൻ്റെ ഭർത്താവിനും കുഞ്ഞിനും ഒന്നും ഈ കാര്യങ്ങളൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അനന്യയാണെങ്കിൽ അവിടെ നിന്ന് ബഹളം വെക്കും. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മ ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, ശീതളെ, അനന്യ പറഞ്ഞത് സത്യമാണ്. നീ താമസിക്കേണ്ടത് നിന്റെ ഭർത്താവിനോടൊപ്പമാണ്. എത്ര പ്രാവശ്യമാണ് മോളെ ഞാൻ പറഞ്ഞു തന്നത്. ഇത് നിനക്ക് ഇടക്ക് വന്നു പോകാൻ മാത്രം പറ്റുന്ന ഒരു വീടാണ്, അല്ലാതെ ഇവിടെ സ്ഥിരതാമസം ആക്കാന്നൊന്നും നീ വിചാരിക്കേണ്ടെന്നും പറഞ്ഞു. സരസ്വതി അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരിയും പറയാണ്. അങ്ങനെ ഒരു രക്ഷയില്ല. നമ്മുടെ അനിരുദ്ധാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അനന്യയോട് പറയുന്നുണ്ട്, അനന്യ, നീ ഒന്ന് അടങ്ങ്. നീ കാര്യങ്ങൾ അറിയാതെയാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനി എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പോയി നിന്നാൽ എന്താന്ന് ചോദിച്ച് അനന്യ ദേഷ്യപ്പെട്ടു. അപ്പൊ ഉടനെ തന്നെ ഇതൊക്കെ കേട്ട് ശീതളിന്റെ കൺട്രോൾ മുഴുവനും പോയി. ശീതളാണെങ്കിൽ പറയുന്നുണ്ട്, അതെ ചേച്ചി, ഞാൻ പോയിക്കോളാം. നിങ്ങൾക്കൊക്കെ സമാധാനമാകുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പിന്നെ എന്നെ കൊണ്ട് മറ്റു ചില സത്യങ്ങൾ പറയിപ്പിക്കാതെ ഇരിക്കുന്നതായിരിക്കും ചേച്ചിക്ക് നല്ലതെന്ന് പറഞ്ഞതും അനന്യ ഒരു പൊട്ടിക്ക് അങ്ങ് ഒതുങ്ങി. അപ്പൊ അനന്യക്ക് മനസ്സിലായി, ഇവൾക്ക് അറിയാവുന്ന സത്യങ്ങള്, നമ്മുടെ സ്വരമോളുടെ ജന്മരഹസ്യം അതെങ്ങാനും വെളിയിൽ സുമിത്രയോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചമ്മയോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പൊല്ലാപ്പാകും. അപ്പം ഒരു തവണ അവള് സൂചിപ്പിച്ചായിരുന്നു കുഞ്ഞിന്റെ മേലെ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം സച്ചിന്റെ ഭ്രാന്ത് അത് അവൾ വിചാരിച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ശീതളാണെങ്കിൽ അങ്ങ് ദേഷ്യപ്പെട്ടു പോയ പാടെ തന്നെ സുമിത്ര അങ്ങ് ചെല്ലുകയാണ്. തന്റെ മകള് നല്ല സങ്കടത്തിലാണല്ലോ പോയത്, അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ശീതള് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഇനി അധിക ദിവസം ഇവിടെ താമസിക്കുന്നില്ല, ഞാൻ പോയിക്കോളാം. സച്ചിന് ഭ്രാന്താണെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ. എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാനൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ എന്തിനാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഇഷ്ടക്കേട് പിടിച്ചു പറ്റുന്നത് എന്നും പറഞ്ഞ് അവള് കരയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സുമിത്ര പറയുന്നുണ്ട്, മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നിനക്ക് അമ്മയെ വിശ്വാസം ഇല്ലേ? അമ്മയല്ലേ നിന്നോട് പറഞ്ഞത് സച്ചിനും നീയും തമ്മിലുള്ള എല്ലാ പ്രശ്നവും അമ്മ മാറ്റിത്തരാം. ഇല്ലമ്മേ, ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ അയാളുടെ ഭ്രാന്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് ഇവൾ അങ്ങനെ സംസാരിക്കുമ്പോൾ, മോളെ, നീ ഉറച്ച തീരുമാനത്തിലാണോ എന്ന് ചോദിച്ച് സുമിത്ര കരയാണ്. അതെ അമ്മേ, ഒന്നെങ്കിൽ സച്ചിന്റെ ഭ്രാന്ത് മാറും, അല്ലെങ്കിൽ സച്ചിൻ എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ശീതൾ ഇങ്ങനെ സംസാരിച്ചു. അവൾ ഉറച്ച ഒരു തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ഈ സമയത്താണെങ്കിലോ നമ്മുടെ രഞ്ജിത ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. അപ്പം അരവിന്ദനോട് പറയുന്നുണ്ട്, അരവിന്ദേട്ടാ, നമുക്ക് ജയിലിൽ ഒന്നുകൂടി പോണം, പ്രതീഷിനെ കാണണം, അവനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അനിരുദ്ധിനെ കുറിച്ചും സുമിത്രയെ കുറിച്ചും പറയാവുന്ന മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു വെക്കണം. എന്തായാലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അവൻ നമ്മുടെ ആളായിട്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത മനക്കോട്ട കെട്ടുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിന്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്